ബിജെപിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പും ബിജെപിയിൽ ഭാരവാഹികളെ പുനഃസംഘടിപ്പിക്കുന്നതൊക്കെ ഒരു സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിലെല്ലാ തവണയും ഭാരവാഹികളായിട്ട് പുതിയ ആൾക്കാർ വരും. അതിൽ ഈ തവണ ശ്രീ കെ സുരേന്ദ്രൻ കേരളത്തിൽ നിന്ന് പുതുതായിട്ട് ദേശീയ ഭാരവാഹിയായിട്ടുണ്ട്. കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്ക് മുഴുവൻ തന്നെ ഏറ്റവും സന്തോഷം തരുന്ന, ഏറ്റവും ആവേശം തരുന്ന ഒരു തീരുമാനമാണ്. അതുകൊണ്ട് സുരേന്ദ്രൻ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളത് കേരള ബിജെപിക്ക് വരാനിരിക്കുന്ന കാലത്ത് വലിയൊരു കുതിപ്പുണ്ടാക്കുന്നതിന് കാരണമായിട്ട് മാറും. ദേശീയ ജനറൽ സെക്രട്ടറി പദവിയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ആര്? ബിജെപി അത്തരത്തിൽ ഒരു പ്രതീക്ഷ നിങ്ങൾ പ്രതീക്ഷിച്ചു? അല്ല, മൊത്തത്തിൽ അങ്ങനെയാണ്. ഏത് മൊത്തം? ബിജെപി മന്ത്രി ജോർജ് കേരളത്തിന് പ്രാതിനിധ്യം ഉണ്ടാകുമോ? പ്രത്യേകിച്ച് ജോർജ് കുര്യൻ. എൻ്റെ പേര് വി മുരളീധരനാണ്. ഞാനൊരു MLA ആണ്. ഞാനല്ല കേന്ദ്രമന്ത്രിസഭ. എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ആരൊക്കെ കിട്ടുമ്പോഴും പിടിച്ചിട്ട് വടിയും പിടിച്ചുകൊണ്ട് എന്തെങ്കിലും ചോദ്യം ചോദിക്കരുത്. മന്ത്രിസഭാ രൂപീകരണം എൻ്റെ പണിയാണ്. എന്തൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങളൊക്കെ ചോദിക്കുന്നത്? പ്രതീക്ഷയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അതാണ്. നിങ്ങൾ ഏത് ചാനലാണ് ഇത്? മാതൃഭൂമി ചാനലിലൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ബിജെപി വിട്ടു നിന്നിട്ടൊന്നുമില്ല. അല്ല, സർബാനന്ദ് സോനോവാൾ പങ്കെടുക്കാത്തതിന്റെ കാരണം മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചല്ലോ. സർബാനന്ദ് സോനോവാൾ എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന് ഞാനല്ലല്ലോ പറയാം. അതെല്ലാം ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. എനിക്കറിയില്ല അങ്ങനെ ഒരു വിഷയം. ഞാൻ പോകാതിരുന്നത് എനിക്ക് നേരത്തെ നിശ്ചയിച്ച മറ്റു പരിപാടികളുണ്ട്. അല്ല, അതൊന്നും എനിക്കറിയില്ല. അങ്ങനെ വന്ദേ മാതരം കൊണ്ട് ആരെങ്കിലും അങ്ങനെ നിങ്ങളെല്ലാവരും എഴുതിയത് ഞാൻ ചിലതൊക്കെ വായിച്ചു. അത്രേ ഉള്ളൂ. എല്ലാവരും അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ എൻഗേജ്മെന്റ് കാരണമായിരിക്കും എനിക്ക് തോന്നുന്നു. എൻ്റെ കാര്യം എനിക്കറിയാം, ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയാം. ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദം തുടക്കത്തിലുണ്ടായിരുന്നു. PC ജോർജ് ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചു. പിന്നീട് PC ജോർജ് മലക്കം പറഞ്ഞു. അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുതര വിഷയമാണ്. ഞാൻ കണ്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം അതിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ല, എന്തോ നിങ്ങളൊക്കെ എഴുതുന്നത് വായിച്ചു എന്നല്ലാതെ PC ജോർജിനെ കണ്ടിട്ടില്ല. അല്ല, PC ജോർജിനെ വിവാദം ഉണ്ടോ? 4.5 കോടി രൂപ ഒരു മണ്ഡലത്തിലേക്ക് വന്നുവെന്നാണ്. ഏതാ? 4.5 കോടി രൂപ ഒരു മണ്ഡലത്തിലേക്ക് വന്നുവെന്നാണ്. എനിക്ക് ഏതായാലും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. അതൊക്കെ ഞാനിങ്ങനെ നാട്ടുകാരോടൊക്കെ പറയേണ്ട കാര്യമല്ലല്ലോ. ഈ ദേവം പാർട്ടി വിട്ടൊരു സാഹചര്യമുണ്ട്. അതൊക്കെ പാർട്ടി ആലോചിക്കുമോ? അത്തരം കാര്യങ്ങളൊന്നും ഞാനല്ല മറുപടി പറയേണ്ടത്. അതൊക്കെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനോട് സംസാരിക്കും. ദേശീയ പുനഃസംഘടനയിലെ അബ്ദുള്ള കുട്ടിയെ വെട്ടി എന്നൊരു വാർത്തയുണ്ടല്ലോ. അബ്ദുള്ള കുട്ടിയെ ഒഴിവാക്കി, നമ്മൾ കണ്ടു. അല്ല, ഞാൻ പറയട്ടെ, ഞാനത് ആദ്യം പറഞ്ഞ സെന്റൻസിൽ എല്ലാം ഉണ്ട്. അതായത് BJP എല്ലാ തവണയും പുതിയ സംഘടനാ സംവിധാനം ഉണ്ടാകുമ്പോൾ പുതിയ ആളുകൾ വരണമെന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ള പാർട്ടിയാണ് BJP. ഇത്ര ശതമാനം പുതിയ ആളുകളെ വെക്കണം. അപ്പോൾ പഴയ ആളുകൾക്ക് പകരം പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കും. അടുത്ത തവണ വേറെ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കും. അപ്പോൾ നിങ്ങൾ പറയും ഇയാളെ വെട്ടിയെന്ന്. അതിൻ്റെ അർത്ഥം അല്ല, അതായത് നിങ്ങൾ ഈ നടത്തുന്ന വെട്ടി നിരത്തൽ എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ നിങ്ങൾ വേറെ പാർട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കും.